ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 2 മാസത്തിന് മേലായോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എവിടെയാണ്, വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ. കാരണം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നൊരു ഞാൻ പെട്ടെന്നൊരു ബ്രേക്ക് എടുത്ത പോലായിരുന്നു. ഈ 2-3 മാസം ഞാൻ ഒന്നും എൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഫോട്ടോസ്, വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നും എല്ലാത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്തൊരു 2-3 മാസമായിരുന്നു ഈ കഴിഞ്ഞു പോയത്. അങ്ങനെ ഇനി അങ്ങനെ ആകാൻ പാടില്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്നവർ കുറച്ച് പേരെങ്കിലും എന്നെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നീ, നിൻ്റെ അനക്കമൊന്നും ഇല്ലല്ലോ, വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ, യൂട്യൂബിന് എന്ത് പറ്റി, യൂട്യൂബ് അടിച്ചു പോയോ, എന്താ പറ്റിയെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ തിരക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ വീഡിയോസ് കാണുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എനിക്ക് കുറച്ച് അപ്ഡേഷൻസ് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടത് ബാംഗ്ലൂർ ജോലിക്ക് വന്ന ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അത് കഴിഞ്ഞ് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എനിക്ക് വീഡിയോസ് ചെയ്യാൻ സമയമില്ല, ജോലി തിരക്കാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. 2 മാസം അത് എൻ്റെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് തന്നെ കുഞ്ഞൊരു വീഡിയോ ആണ്. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാലോ എന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ നിൽക്കുക, ഇല്ലാത്തവർ സ്കിപ്പ് അടിച്ച് പോവുക. അപ്പം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടി എൻ്റെ അപ്ഡേഷൻസൊക്കെ തരാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്. അപ്പം അന്ന് ഞാൻ ആ വീഡിയോയിൽ അത് കഴിഞ്ഞിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചു, എന്ത് പറ്റി, എന്നുള്ള ഡിപ്രഷനാണോ, ബ്രേക്കപ്പ് ആണോ, എവിടെയാണ് നീ, എന്താണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. എന്തിനാണ് ഹെയർ കട്ട് ചെയ്തത്, അതാണ് മെയിൻ കാര്യം. ഹെയർ കട്ട് എന്തിനാണ് ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളും. അപ്പം ഇന്ന് എല്ലാത്തിനുമുള്ള ആൻസർ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്. വേറൊന്നുമല്ല, ഞാൻ അന്ന് ലാസ്റ്റായിട്ട് എടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ബാംഗ്ലൂരിലാണ്, എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലാണ് ഇപ്പം നിൽക്കുന്നത്, എനിക്ക് സമയമില്ല, അങ്ങനെയൊക്കെ സത്യമായിരുന്നു ഗൈസ്. അങ്ങനെ 2 മാസം നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് കുറച്ച് പാടാണ്, അതെനിക്ക് മനസ്സിലായി. കാരണം പുതിയ നാട്, പുതിയ ജോലി സ്ഥലം, പുതിയ ഫ്രണ്ട്സ്. ഇപ്പം മലയാളി ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് നിൽക്കാം. ഇത് മലയാളം ഒട്ടും അറിയാത്ത കുറേ ആൾക്കാരുടെ കൂടെ പുതിയൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ. കുറേ സ്ട്രെസ്ഫുൾ ആയിരുന്നു ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസിലൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതാണ് മെയിൻ കാര്യം ഞാൻ വീഡിയോ ഇടാത്തത്. 2 മാസം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ഇതുപോലെ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് ഇരിക്കുന്നത്. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊന്നും ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു, എൻ്റെ ശരീരം ഓക്കെ അല്ലായിരുന്നു. എൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര വീക്കായിരുന്നു. എൻ്റെ മുഖം ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റാത്തൊരു അപ്പോൾ ഗൈസ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ ഇടയ്ക്ക് പേഷ്യൻ്റ് വന്നു, അവരെ ട്രീറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ എനിക്ക് മുഖം സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നിലും ആക്റ്റീവ് അല്ലായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോസ് ഇടണം. എൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം. എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 9 to 9 ആണ്. അതിൻ്റെ ഇടയ്ക്ക് ആഫ്റ്റർനൂൺ 2 to 5 വരെ എനിക്ക് ബ്രേക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു 3 മണിക്കൂർ പോയി റെസ്റ്റ് എടുക്കാനാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. മാക്സിമം ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്താ പറയുക, ഞാൻ മെയിനായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാ ഹെയർ വെട്ടിയേ, അത്രയും ലോങ് ഹെയറിൽ നിന്ന് എന്തിനാ ഷോർട്ട് ഹെയർ ആക്കിയത്. കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ്സ് തന്നെയായിരുന്നു ഗൈസ്. കാരണം ആ ഒരു സ്ട്രെസ്സ് കാരണം എനിക്ക് എൻ്റെ മുടി നോക്കാൻ പറ്റുന്നില്ല. മുടി ഇപ്പം തന്നെ ഇപ്പം കുറഞ്ഞു കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ലോണം മുടി പൊഴിയുമായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു മുടി വെട്ടാൻ. അങ്ങനെ പിന്നെ ഇവിടുത്തെ വെള്ളവും കൊള്ളത്തില്ലല്ലോ,
അതുകൊണ്ട് തന്നെ മുടി അങ്ങനെ എൻ്റെ ലോങ് ഹെയറിൽ നിന്ന് ഞാൻ ഷോർട്ട് ഹെയർ ഏരിയയിലേക്ക് മാറി മുടി വെട്ടി. അല്ലാതെ ബാംഗ്ലൂർ വന്ന് ഫ്രീ കഴിക്കാൻ വേണ്ടിയൊന്നുമല്ല ഹെയർ വെട്ടിയത്. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പം ഞാൻ നല്ല റിലാക്സ് ആയിട്ട് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ 2 മാസത്തെ ആ ഫസ്റ്റ് വന്ന ആ ഒരു സ്ട്രെസ്സും ആ ഒരു ടെൻഷനും ലാംഗ്വേജ് പ്രശ്നവും ഒക്കെ മാറി ഇപ്പം നമുക്ക് കന്നഡയും അത്യാവശ്യം തെലുങ്കും ഹിന്ദിയും ഒക്കെ കൈകാര്യം ചെയ്യാനുള്ളൊരു ഇതായി വരുന്നു. അത്രയൊക്കെയാണ് എൻ്റെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്രീ ടൈം ആയതുകൊണ്ടാണ് എനിക്ക് ഫോണും അലൗഡ്, അല്ലെങ്കിൽ ഫോണും അലൗഡല്ല. പിന്നെ ഞാനൊന്ന് അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സിനെയും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാ, ഞങ്ങളുടെ എക്സസൈസ് സെക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞൊരു സെക്ഷനാണ്. ഇപ്പോൾ ബ്രേക്ക് ടൈം ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നത് തന്നെ. സോ ദിസ് ഈസ് ദ എക്സസൈസ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ക്യാബിൻ. 2 ബെഡൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ക്യാബിനാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ചെയ്യും, ഇപ്പോഴോട്ട് പോകും, അങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ FD, അൾട്രാസൗണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഫ്രണ്ട്, പേര് ജയപ്രദ ഫ്രം തമിഴ്നാടു. ജയപ്രദ ഫ്രം തമിഴ്നാടു. ഓക്കെ ജയപ്രദ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. തമിഴ് എന്തെങ്കിലും പറയാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. சப்ஸ்கிரைப் பண்ணுங்க, கமெண்ட் பண்ணுங்க, லைக் பண்ணுங்க, ஷேர் பண்ணுங்க, എല്ലാം பண்ணுங்க ഗൈസ്, എല്ലാം பண்ணுங்க. ഓക്കെ ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ എന്ന് പറയുന്നത്. പേര് വന്നിട്ട് സൗമ്യമ്മ വന്നിട്ട് തമിഴ്നാടാണ് കേട്ടോ. ചെന്നൈകളാണ്, ചെന്നൈ കൊണ്ടാണ്. സൗമ്യമ്മ തമിഴിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് സമയം നാടാണ്. சும்மா இருங்க, நல்லா சொல்ல மாட்டேன். சொல்லு, சப்ஸ்கிரைப் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க. அங்கெல்லாம் சைலண்ட், நம்ம கிட்ட எல்லாம் വയലന്റ്. അത് അടുത്ത ആളെ ഞാൻ പണ്ണു, ഇതെല്ലാം പണ്ണു. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പാക്കണം, നിങ്ങളെല്ലാവരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം നീള. ടാറ്റാ.